ഞാൻ കാരണം അദ്ദേഹം മത്സരിക്കുക എന്ന് പറഞ്ഞത് തെറ്റായ ഒരു കാര്യമായിരിക്കും. ഞാൻ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യത്തോടും ഞാൻ എന്തായാലും മറുപടി പറയാനില്ല. അതൊരു ഭംഗിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാറ്. അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയായി വരുമ്പോൾ മാത്രമല്ല മുതിർന്ന ഒരു നേതാവായി ദീർഘകാലം പാർട്ടിയുടെ ആലപ്പുഴയിൽ നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഓരോന്നിനും പദാനുപദം ഞാനിങ്ങനെ മറുപടി പറയുന്ന ഒരു ഔചിത്യമല്ല എൻ്റെ ഒരു കൾച്ചറിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഓരോ കാര്യത്തിനും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന നേതൃത്വം അവഗണിക്കണമെന്ന് പറയുമ്പോഴും ഇവിടെ സജി ചെറിയാനും എച്ച് സലാമും ഒപ്പം ജില്ലാ സെക്രട്ടറി ആർ നാസറുമാണ് തനിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ബാനറുകൾ ഒട്ടിച്ചത്, പോസ്റ്ററുകൾ ഒട്ടിച്ചത്, അതൊക്കെ തന്നെ നിങ്ങളുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ ആരോപണത്തെ ചെറുതായി കാണാൻ കഴിയില്ലല്ലോ. ഞാൻ ചെന്ന് പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, ഞാൻ ചെന്ന് ബാനറും കിട്ടിയിട്ടില്ല. സ്വാഭാവിക പാർട്ടിക്കെതിരെ വരുമ്പോൾ പാർട്ടി അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമല്ലോ. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ 2 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റാണ്. 2 പ്രാവശ്യം ഞാൻ മത്സരിക്കാൻ വന്നതിന് ശേഷം ആണ് പിന്നീട് ഈ പറഞ്ഞ പോലെയുള്ള ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിസ്റ്റായി പോലും കണക്കാക്കുന്നില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്ഥാനാർത്ഥി മാത്രമല്ലെന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി മെമ്പർ കൂടിയാകുമ്പോൾ അദ്ദേഹത്തിന് പറയാം എനിക്ക് ഈ സെക്രട്ടറി വേണ്ട, ഇയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന്. ഞാൻ ഇലക്ഷൻ സെക്രട്ടറിയായി വർക്ക് ചെയ്യുമ്പോൾ വേണേൽ പറയാം. 2 ഇലക്ഷനിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അതിന് മുൻപുള്ള ഇലക്ഷനിൽ പ്രചരണത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ മത്സരിച്ച് വിജയിച്ച 3 തിരഞ്ഞെടുപ്പിൻ്റെയും മുഖ്യമായ റോൾ വഹിച്ച ഒരാൾ കൂടിയാണ്. പാർട്ടി ഏൽപ്പിച്ചുകൊണ്ട് വഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് എച്ച് സലാം ഉത്തമനായ കമ്മ്യൂണിസ്റ്റും ഞാൻ MLA ആയി പോയതുകൊണ്ട് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റും അല്ല എന്ന് പറയുന്നത് ഒരു രീതിയാണ്. ഞാൻ അങ്ങനൊന്നും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യം ഞാൻ മറുപടി പറയാനില്ല, പറയേണ്ടതില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്ന കാര്യം. ഒരു സംഘമാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്, അത് അദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ ഇവരാണ് എന്ന രീതിയിലുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അതിലൊന്നും ഞാൻ പറയുന്നത് അയാളൊരു മത്സരിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ, അത്രമാത്രം ഞാനത് കണ്ടാൽ മതി, ഇത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പാർട്ടിയിൽ നിന്ന് പോയ ശേഷം ഇനി പാർട്ടി എന്ന് പറയാതിരിക്കുന്നതായിരിക്കും ഭംഗി അദ്ദേഹത്തിന്. ഒരു ഗൗരവതരമായ ആക്ഷേപം സജി ചെറിയാൻ മത്സരത്തിൽ നടക്കുന്ന സമയത്ത് അവിടെ BJP-മാരുടെ രഹസ്യ ധാരണ ഉണ്ടെന്ന രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 പഞ്ചായത്ത് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മാത്രം BJP കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് തെരഞ്ഞെടുപ്പിൽ സഹായിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഇതിലൊന്നും ഞങ്ങൾ പ്രതികരിക്കാനില്ല. ഇതെല്ലാം ഒരു മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ന്യായീകരണം കണ്ടെത്താൻ പലതും പറഞ്ഞു വരുന്നതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ എന്തായാലും അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തോടും പ്രതികരിക്കുന്നില്ല. അത് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. മറ്റൊന്ന്, നേരത്തെ പാർട്ടി നടപടിയെടുത്തപ്പോൾ ജി സുധാകരനെതിരെ നടപടി ഉണ്ടായ സംഭവമുണ്ടല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു കൊണ്ടുവരട്ടെ, കാലമല്ലേ എന്നുള്ളതാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അനുഭവ നിലപാട് ഞാൻ പറഞ്ഞു. ഇലക്ഷൻ കാലത്തെ കാര്യം മാത്രമല്ല, ഈ സാംബശിവൻ്റെ കഥാപ്രസംഗത്തിൽ പറയുന്നുണ്ട് അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ മക്കളുടെ ഗുണം അറിയാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഇലക്ഷൻ കാര്യം മാത്രമല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം വിമർശനങ്ങളൊക്കെ തിരിച്ചടിയാകുമെന്ന് കരുതുന്നുണ്ടോ? ഒന്നുമില്ല, ഞാനത് ജനങ്ങൾക്കറിയുന്നതല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്ന കാര്യം ജനങ്ങൾക്കറിയാം. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ട് ഇവിടെ SFI അറുവാട് സ്കൂൾ യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ്. ഒരനാവശ്യവും ഈ നാട്ടിൽ കാണിക്കാൻ പോയിട്ടില്ല. വ്യക്തിപരമായൊരു സ്വഭാവം നാട്ടുകാർക്ക് പൊതുവെ എന്നെക്കുറിച്ചറിയാം. ഞാൻ പുകവലിക്കാറില്ല, മദ്യപിക്കാറില്ല, അങ്ങനെയുള്ളൊരു വ്യക്തിപരമായ തെറ്റായ ശീലമൊന്നും പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വഭാവത്തിൽ പോലും ഉള്ളൊരാളല്ല. അതുകൊണ്ട് എൻ്റെ നാട്ടുകാർ നല്ലവണ്ണം അറിയാം. അദ്ദേഹം മോശക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ആ നിലയിൽ ഉയർന്ന നേതാവായി പ്രവർത്തിച്ച ആളാണ്, ജനപ്രതിയെ നന്നായി പെർഫോം ചെയ്ത ആളാണ്. അതിലൊന്നും വ്യക്തിപരമായൊരു തർക്കമേ എനിക്കില്ല. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പാർട്ടി പൊതുവെ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായ ചില കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് മാത്രമേ അത് കണ്ടാൽ മതി. അതിൽ ഒറ്റ കാര്യമുള്ളൂ, ഈ മത്സരത്തിലൊരു പൊളിറ്റിക്കൽ ബേസ് ഒന്നുമില്ല. അപ്പോൾ അതിലൊരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വർത്തമാനമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും അതെനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇടതുപക്ഷ പ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒരു പ്രവർത്തകന്റെ അഭിമാനമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നത്.
അത്തരത്തിൽ നമ്മൾ പറഞ്ഞു നടക്കുമ്പോൾ അതിനെ റദ്ദാക്കുന്ന രീതിയിൽ ഒരാളെ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ഒരു നേതാവ് പരസ്യമായിട്ട് പറയുമ്പോൾ അത് ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി. അതാ ഞാൻ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിലുള്ള സമയത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് പറഞ്ഞിട്ടുമില്ല. ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയിട്ട് ഒരാൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ പറയുക, സഹതപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ കാര്യം. എച്ച് സലാമിന്റെ പേര് എപ്പോഴും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എച്ച് സലാമിന് അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ ഉണ്ടായോ? ടാർഗറ്റ് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ട്. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനിച്ചാൽ, സ്വാഭാവികമായിട്ട് നിലവിലിപ്പോൾ MLA ആണ് ഞാൻ, ഇനി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചാൽ അദ്ദേഹം ഇപ്പോൾ മത്സരിക്കാൻ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഞാനാണല്ലോ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്താലാണ്, അതങ്ങനെയാണല്ലോ. എതിർ സ്ഥാനാർത്ഥി എന്നൊരു ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഞാൻ പേഴ്സണൽ ടാർഗറ്റ് ചെയ്യില്ല അദ്ദേഹത്തെ. അത് കാണും. അത് അദ്ദേഹത്തോട് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിഷേധം പോലും മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കെതിരായിട്ട് പാർട്ടിക്ക് പുറത്തുപോയി പറയുമ്പോൾ അത് ജനങ്ങൾ സാധാരണക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിരിക്കും പ്രതിഷേധം. ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോഴും ഇഷ്ടമൊന്നും പൂർണ്ണമായിട്ടൊന്നും പോയിട്ടില്ല അദ്ദേഹത്തോടുള്ളത്. പക്ഷെ അദ്ദേഹം പാർട്ടിക്ക് എതിരായി ചെയ്യുന്നതിലെ കാര്യം വരുമ്പോൾ പാർട്ടി നിലപാടായിട്ട് ആരാണെങ്കിലും നിൽക്കേണ്ടതായിട്ട് വരും. അത് ജില്ലാ സെക്രട്ടറിക്കാണെങ്കിലും മറ്റ് നേതാക്കന്മാർക്കാണെങ്കിലും നിൽക്കേണ്ടതായിട്ട് വരും. അത്ര മാത്രമല്ല, വ്യക്തിപരമായി അതിനകത്തൊരു ശത്രുതയോ പ്രയാസമോ ഒന്നും അങ്ങനെ നമുക്കാർക്കുമില്ല. അത് പാർട്ടിയുടെ സ്റ്റഫ് അങ്ങനെയാണ്, പാർട്ടിയുടെ പൊതുവായ സ്റ്റഫ് അങ്ങനെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.